ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യൂട്യൂബിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ച് പറയാനാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. നേരെ അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. യൂട്യൂബിൽ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദിസ് ഫീച്ചർ എന്നാണ് ഈ ഒരു അപ്ഡേറ്റിന്റെ പേര് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇത് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഉള്ളവർക്കും മോണിറ്റൈസേഷൻ ഇല്ലാത്തവർക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് ഒരുപക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലെന്ന് വരാം. ഓരോരുത്തർക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അപ്ഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചാനലിനെ കൂടുതൽ എൻഗേജ് ആക്കി നിർത്താൻ പറ്റും എന്നുള്ളതാണ്. കൂടുതൽ ഒരു ഗെയിം ഒക്കെ പോലെ ജനങ്ങളിലേക്ക് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ഇട്ട് കൊടുത്ത് അതിന്റെ ആൻസർ ഒക്കെ പറയിപ്പിക്കുന്ന രീതിയാണ്. അതായത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റർ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈക്കുകൾ പോലെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിനെ എൻഗേജ് ആക്കി നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് എന്താണ് ഈ ഒരു ഓപ്ഷൻ, എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രിയപ്പെട്ടവരെ, യൂട്യൂബിൽ വന്ന ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള ക്വിസ് ഫീച്ചർ എന്നുള്ള അപ്ഡേറ്റ് എവിടെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നിങ്ങൾ കണ്ടന്റ് എന്നുള്ള ഭാഗം എടുക്കുക. ഇതൊരിക്കലും നോർമൽ വൈറ്റി സ്റ്റുഡിയോയിൽ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ വീഡിയോസിനും നമുക്കിത് കൊടുക്കാൻ പറ്റും. പഴയതിനും പുതിയതിനും ഒക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോഴാണ് ചെയ്യേണ്ടത്. നിങ്ങളിവിടെ ഏതെങ്കിലും ഒരു വീഡിയോസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം കാണാൻ കഴിയും. ഓക്കെ, സബ്ടൈറ്റിൽ എൻ്റെ സ്ക്രീനിൽ കാർഡ് എന്ന് കഴിഞ്ഞ് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, ക്വിസസ് എന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടില്ലേ? ഇതാണ് നമുക്ക് പുതിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് നിങ്ങളിങ്ങനെ ഞെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ എത്ര വാച്ച് അവർ വേണം എന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെ ആൻസർ കൊടുത്തത് 2000 എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ആൻസർ ഞാൻ കൊടുക്കുന്നത് 500 എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ആൻസറിന് വേണമെങ്കിൽ നമ്മളിവിടെ വീണ്ടും പ്ലസ്സിൽ ഞെക്കുക. മൂന്നാമത്തെ ഒരു ആൻസർ ഞാൻ കൊടുക്കുന്നത് 1000 എന്നുള്ളതാണ്. നാലാമതൊരു ആൻസർ ഞാൻ കൊടുക്കുന്നത് എന്താണെന്നറിയോ? 4000. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? 4000 ആണ്. അപ്പോൾ ഈ ഗ്രീൻ ടിക്ക് ഇവിടെ കൊടുന്നിടുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ ഒരു ബാർ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നത് നമുക്ക് എവിടെ ഈ വീഡിയോസ് വേണം എന്നുള്ളത് തീരുമാനിക്കാനാണ്. ഞാൻ കറക്റ്റ് ഒരു മിനിറ്റ് 1 സെക്കൻഡിൽ നിർത്തി വെച്ചു. ഇത്രയും ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് സേവ് ചെയ്യുക എന്നുള്ളത് ഒരു സംഭവമാണ് കേട്ടോ. ഇത് എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സേവ് ചെയ്യാൻ പതുക്കെ ഒന്ന് ഇങ്ങോട്ട് നീക്കി ഇവിടെ ജസ്റ്റ് എനിക്ക് ഇവിടെ ഇതാ കാണുന്നില്ലേ, ഇവിടെ സേവ് എന്നുള്ള ബട്ടൺ കാണാം. സേവായി. അവിടെ സേവ് ഞെക്കി, ഇവിടെയും സേവ് ഞെക്കുമ്പോൾ സംഭവം സേവ് ആയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അപ്പോൾ ഇതാണ് ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഒരു അപ്ഡേറ്റ് ഒക്കെ തന്നെയാണ്. നമ്മുടെ ചാനലിനെ എൻഗേജ് ആക്കി നിർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ ഒരു സംഭവം നിങ്ങൾക്ക് വരുന്ന എല്ലാ കമന്റിനും നിങ്ങൾ റിപ്ലൈ നൽകുക, എല്ലാ കമന്റിനും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിൽക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതേ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെയും കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ചാനലിനെ എൻഗേജ് ആക്കി നിർത്തുക എന്നുള്ളതാണ്. എനിവേ, നല്ല ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാ സർവീസുകൾക്കും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നമ്മളെ വിളിക്കാം. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ഈ വർക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് പേഴ്സണലായിട്ട് നമ്മുടെ വാട്സപ്പിൽ ചോദിക്കാം. നമ്മുടെ ഇവിടുന്ന് യൂട്യൂബിന്റെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ യൂട്യൂബ് അപ്ഡേറ്റുകൾ ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ചെറിയ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു വർഷത്തെ കോഴ്സുള്ള ഒരു പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.